തൈരും മോരും ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ആൻഡ് തൈരിൻ്റെയും മോരിൻ്റെയും പോഷക ഗുണങ്ങളെക്കുറിച്ച് എല്ലാം നമുക്കറിയാം. ബേസിക്കലി വളരെ അടിസ്ഥാനമായിട്ട് പറയുന്നുണ്ടെങ്കിൽ തൈരെന്ന് പറഞ്ഞാൽ ചീത്തയായ പാല്, അതായത് നമ്മൾ മനഃപൂർവ്വം കേടാക്കുന്ന പാല് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പാലെന്നുള്ള ആ ഒരു പദാർത്ഥത്തിന് പുളിപ്പിച്ച് അതിനെ വേറൊരു ഭക്ഷ്യവസ്തുവാക്കി മാറ്റുന്നു. പലപ്പോഴും പാലിനേക്കാളും ഗുണമുള്ള, അതായത് ആദ്യത്തെ ആ വസ്തുവിനേക്കാളും ഗുണമുള്ള വേറൊരു ഭക്ഷ്യവസ്തുവാക്കി മാറ്റുന്ന പ്രക്രിയ നൂറ്റാണ്ടുകളായിട്ടുള്ള ഫെർമെൻറ്റേഷൻ. ബേസിക്കലി ഈ പുളിപ്പെന്ന് പറയുന്ന, അല്ലെങ്കിൽ കിൻവനം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുന്ന ഒരു വാക്കാണ്. എനിവേ, കമ്മിങ് ടു ദിസ്. അപ്പോൾ തൈരിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്, സിംബയോട്ടിക് ഇഫക്ട്സിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല. അപ്പോൾ കേടാക്കിയ പാല് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൽ ചിലർക്കെങ്കിലും എതിർപ്പുണ്ടാവാം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. എനിവേ, അപ്പോൾ ഈ തൈര് പിന്നെ എങ്ങനെ കേടാവാനാ എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. പക്ഷെ തൈരിനും കേടാവാൻ സാധിക്കും. തൈരും മോരും കേടാവാൻ ഇനി വരുന്ന ഒരു കാലാവസ്ഥയിൽ, ഇനി വരുന്ന ഈ കാലാവസ്ഥ ഇപ്പോൾ മാറും. ഇപ്പോൾ ഇനി പതുക്കെ നമ്മൾ വേനൽക്കാലത്തിലേക്ക് മാറാൻ പോവുകയാണ്. വേനൽക്കാലത്ത് പെട്ടെന്ന് കേടുവരാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവ രണ്ടും. അതിനെക്കുറിച്ച് ഇന്ന് എന്തിനാ പറയുന്നത്? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ തൈരും മോരും കേടാവുന്നതിനെ കുറിച്ച് പലർക്കും ബോധ്യമാവാറില്ല. എങ്ങനെയാണ് കേടായതായിട്ട് തിരിച്ചറിയുക എന്നുള്ളത് പലർക്കും അറിയില്ല. വളരെ ലളിതമായ ഉത്തരം, നമ്മുടെ പൂർവികർക്കൊക്കെ അറിയാമായിരുന്നത്, പക്ഷെ നമ്മളത് മറന്നു. ഞാനത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ മാത്രമേ ഇതിലൂടെ ശ്രമിക്കുന്നുള്ളൂ. എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല അത് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളാണ്. തൈര് പലരും കരുതുന്നത് പുളിപ്പിച്ചതാണ് നല്ലത്. തെറ്റി. പുളിപ്പിച്ച തൈരല്ല നല്ലത്, മധുരമുള്ള തൈര് തന്നെയാണ് നല്ലത്. തൈരിന് പുളിയുടെ വളരെ നേർത്തൊരംശം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പുളിപ്പിച്ച പാലായതുകൊണ്ട് അതിനൊടുക്കത്തെ പുളി വേണം, വായിൽ വെച്ച പുളി കൊണ്ട് നമ്മൾ ചാടണം എന്നൊക്കെ പറയുന്ന ചുമ്മാതാണ്, റോങ്. ഇൻഫാക്ട് പുളിക്കും തോറും തൈരിന് കേടുപാടുകൾ കൂടുതൽ സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ. തൈരിൻ്റെ ഏറ്റവും ഗുണങ്ങൾ, അതിലെ നമ്മുടെ സുഹൃത്തുക്കളായ ആ സൂക്ഷ്മാണുക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് തൈരിന് വളരെ ചെറിയ പുളിപ്പോ അല്ലെങ്കിൽ ഒട്ടും മധുരമുള്ള തൈരിലാണ് ഏറ്റവും ഗുണം ഉണ്ടാവുന്നത്. അപ്പോൾ തൈരിന് പുളിപ്പുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ആ തൈര് കേടായി തുടങ്ങി എന്നർത്ഥം. ചിലർക്ക് ധാരണയുണ്ട്, പുളിച്ച തൈരല്ലേ, ഇനിയിപ്പോൾ അത് മോരാക്കി മാറ്റാം, നല്ല പുളിച്ച മോര്, അതും കൂടി ചോറ് കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമാണ്. അത് സ്വാദിൻ്റെ കാര്യം. പക്ഷെ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ദാറ്റ് ഈസ് റോങ്. മോരിന് ഇത് ബാധകമാണ്. ഓക്കെ, അടുത്തത്, തൈര് വെച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ പത പോലെ വരുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട്, അല്ലേ? ഗ്യാസ് ഫോർമേഷൻ വരും. ചെറിയ ഗ്യാസ് ഫോർമേഷൻ, ഒരു പത മാത്രം കണ്ടെന്ന് കരുതി ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ കൂടുതൽ പത കണ്ടാൽ ഓർമ്മ വേണം, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൈവിട്ടുപോയി. അത് പൂർണ്ണമായിട്ടും ഗ്യാസായിട്ട് മാറുന്നുണ്ട്. ഇത് കേടായ തൈര് തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട്. അതെടുത്ത് ദൂരെ കളയുക. അത് മോര ആക്കാനോ അല്ലെങ്കിൽ ഇത് നല്ല ഫെർമെൻറ്റഡ് അല്ലേ, ഇതിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ടാവും, എടുത്ത് കഴിക്കാം. റോങ്. സൂക്ഷിക്കുക. അപ്പോൾ തൈര്, അടുത്ത ചോദ്യം, തൈര് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോ പുറത്ത് സൂക്ഷിക്കണോ? ഞാൻ പറയുന്ന തൈര് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ്. ചിലർ അതിൽ തർക്കിക്കാൻ വരാറുണ്ട്. നമ്മുടെ പൂർവികർ അതിന് പുറത്താണല്ലോ വെച്ചത്. അന്ന് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല സഹോദര അല്ലെങ്കിൽ സഹോദരി. അന്ന് ഫ്രിഡ്ജ് എന്നുള്ളൊരു ഉപകരണം വീടുകളിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് ഇതുപോലത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫാക്റ്റാണ്. ആസ് ഓഫ് നൗ ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് പട്ടണങ്ങളിൽ, ഞാനൊക്കെ ജീവിക്കുന്ന പട്ടണങ്ങളിലൊക്കെ തീർച്ചയായിട്ടും തൈര് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കേടും യോഗേട്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വേറൊരു വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഓർമ്മ വയ്ക്കേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, തൈരിനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, വളരെ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും ഒരു സംശയമുള്ള, തൈര് രാത്രിയിൽ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ നമ്മളോട് പറയായിരുന്നു, രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ തൈര് കഴിക്കരുതെന്ന് പറയുമായിരുന്നു. കാരണങ്ങൾ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. അത് നമ്മൾ ഫോളോ ചെയ്ത് വന്ന് അങ്ങനെ വിശ്വസിച്ച്, കണ്ണടച്ച് വിശ്വസിച്ച് വന്ന്, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അതിനൊരു കുഴപ്പമില്ല. രാത്രി തൈര് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ
തൈര് ചൂടാണ് അല്ലെങ്കിൽ തണുപ്പാണെന്ന് പറയുന്നു. പലരും പറയുന്ന തൈര് തണുപ്പാണ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെ ജലാംശം തന്നെ. അതിലെ ജലാംശം കാരണം നമ്മളത് കഴിക്കുമ്പോൾ ഈ ജലാംശം ആവിയായി പോകും, നീരാവിയായി പോകും. അപ്പോൾ ഇറ്റ് ഗിവ്സ് എ കൂളിംഗ് എഫക്റ്റ്. തൈര് കൂളിംഗ് ആണെന്ന് പറഞ്ഞു. അല്ലാണ്ട് തൈര് കഴിച്ചുകൊണ്ട് എയർ കണ്ടീഷൻ ഓൺ ആക്കിയ പോലെ ശരീരം മൊത്തം തണുത്തു പോകും എന്നൊക്കെ പറയുന്ന ചുമ്മാതാണ്. തൈര് മുഖത്ത് പുരട്ടി കഴിയുമ്പോഴും നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് വരുന്ന ബിക്കോസ് ഓഫ് ദ ഹൈ വാട്ടർ കണ്ടന്റ്. അറിയാലോ, തൈരിൽ ഏതാണ് 99% വാട്ടറാണ്, ജലാംശമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ശരീരത്തിനെ തണുപ്പിക്കും അതുകൊണ്ട് ഒരുപാട് നോ, ദാറ്റ് ഈസ് ടോട്ടലി റോങ്. ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ്, പ്രോബയോട്ടിക് എഫക്റ്റ്, പിന്നെ അതല്ലാണ്ട് അതിൽ വളരെ വളരെ നല്ല ഫാറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹൈ പ്രോട്ടീൻ കണ്ടന്റ്, ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഹൈ കാൽഷ്യം കണ്ടന്റ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വിത്ത് ലോ ഫാറ്റ്. ആ ഉള്ള ഫാറ്റ്സ് തന്നെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഫാറ്റ്സ് ആണ്. അതാണ് തൈരിനെ തൈരാക്കുന്നത്. തൈരിന്റെ മഹത്വം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് കൂളിംഗ് എഫക്റ്റ്, നോ 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 നോ. കൂളിംഗ് എഫക്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. വെള്ളത്തിന് പകരം മോര് കുടിക്കുന്ന ആൾക്കാരുണ്ട് സംഭാരമായിട്ട്. അത് പണ്ട് അത് അത്യാവശ്യമായിരുന്നു. ദാറ്റ് വാസ് ഗുഡ്. ആൻഡ് നല്ല മോര് കിട്ടുമായിരുന്നു, നല്ല തൈര് കിട്ടുമായിരുന്നു, നല്ല പാല് കിട്ടുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല സംഭാരം കിട്ടുമായിരുന്നു. ഇന്നോ അതാണോ അവസ്ഥ? റോങ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ചെയ്യണം എന്നുള്ളതിലുപരി ഇതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ തൈരും മോരും കേട് വരാവുന്ന വസ്തുക്കൾ തന്നെയാണെന്നാണ് പോയിന്റ് നമ്പർ 1. 2, അതിൻ്റെ മഹത്വത്തെ നമ്മൾ ഒരിക്കലും ലഘൂകരിക്കരുത്. ഒരിക്കലും. അതിൻ്റെ മഹത്വം വരുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആൻഡ് നല്ല ഫാറ്റ്സ്, നല്ല ഫാറ്റ് കണ്ടന്റ്, നല്ല ഈ കാൽഷ്യം കണ്ടന്റ്, അതൊക്കെ ലോ കാർബ്സ് ആണ്, ഓർമ്മണം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. അതാണ് അതിൻ്റെ ഒരു വേറൊരു ബ്യൂട്ടി. ആൻഡ് പ്രമേഹം നിയന്ത്രിക്കാൻ തൈരിന് പ്രത്യേക ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഗുണമുണ്ട്. അതും വേറൊരു വസ്തുതയാണ്. നല്ല ക്വാളിറ്റി തൈരിന് പ്രമേഹ നിയന്ത്രണത്തിന് വലിയൊരു റോളുണ്ട്. എന്താ കാരണം? പ്രമേഹത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, പ്രമേഹം ഉണ്ടാക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ മൈക്രോബയോം ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ കുടലിൽ സാധാരണ സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ക്രമം തെറ്റുമ്പോഴാണ് പലപ്പോഴും പ്രമേഹത്തിന്റെ ആദ്യത്തെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മൈക്രോബയോമ നന്നാക്കാൻ ഇത് തൈരിൽ അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക്സ് കൊണ്ട് സാധിക്കും. അപ്പോൾ പ്രമേഹ രോഗികളുടെ വലിയൊരു സുഹൃത്തും കൂടിയാണ് തൈര്. അപ്പോൾ തൈരിനെ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, യു ക്യാൻ ഹാവ് ഗുഡ് ക്വാളിറ്റി കേർഡ്. പക്ഷെ കേടാവുന്ന സാധനം തന്നെയാണ് തൈരും മോരും എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. If you like this content and the video, please like, share and subscribe and do comment. Thank you.